ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുടംപുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുടംപുളി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അച്ചാർ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകിക്കൊന്നും വേണ്ട, അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ കുടംപുളി വെച്ചിട്ടാണല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കുടംപുളി അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അതാ ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഞാനിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മുളക് പൊടി എടുക്കണമുണ്ട്, ഒരു കളറിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണതാണിത്. പിന്നെ കടുക് ഞാൻ വറുത്ത് പൊടിച്ചിട്ടില്ല. കടുക് ഞാൻ വറക്കാതെ തന്നെയാണ് ഞാനിത് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കണത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാവുമ്പോൾ അതൊരു വേറെ ടേസ്റ്റായിട്ട് വരും. നിങ്ങൾക്ക് കടുക് വറുത്ത് പൊടിക്കണമെങ്കിൽ പൊടിച്ചോളാം. ഞാൻ ഇങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട്, പിന്നെ നമുക്ക് കായം എന്തായാലും ഇല്ലാതിരിക്കാൻ പറ്റില്ല. കായം വേണമല്ലോ നമുക്ക് ഏതൊരു അച്ചാറിന്. അപ്പൊ കായം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി എടുക്കാം. നമുക്ക് ഉപ്പ് വേണം. പിന്നെ സുർക്ക വേണം. പിന്നെ നമ്മള് നല്ലെണ്ണയിലാണല്ലോ ഉണ്ടാക്കുള്ളൂ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ തന്നെ വേണമല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് അച്ചാറാകുമ്പോ കുറച്ച് എണ്ണ അങ്ങനെ മുന്തി നിൽക്കണല്ലോ. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചി അങ്ങോട്ട് നോക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചിയുടെ ഒപ്പം തന്നെ നമുക്ക് എന്താ പറയാ, വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടാൽ അത് കൊണ്ട് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി. ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നോരോന്നാണ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ടല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. തീയെ സ്ലോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായത്തിന്റെ പൊടി നമ്മൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ എന്താ പറയാ, നമ്മൾ ഈ കടുക് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഇട്ടാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് അടിച്ചിരിക്കുന്നത്. ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ. പിന്നെ ഞാൻ ഈ കുടംപുളിയിലും നല്ല പുളിയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ പിന്നെ കുറച്ച് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്, പിന്നെ കല്ലുപ്പ് കുറച്ചിട്ടാൽ വേഗം പിടിച്ചോളൂ.
ഇനി നമുക്ക് ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇങ്ങടായി വരട്ടെ. ഒന്ന് ഞാനിങ്ങടെ അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കൊന്നും കൂടെ തുറന്ന് നോക്കുക. നല്ലോണം എണ്ണയൊക്കെ കിനിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എന്ത് വേണമെന്നറിയാം, കുറച്ചൊരു ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയുടെ പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പുളിയും എല്ലാം കൂടി ഒന്നാണ് ബാലൻസ് ചെയ്തോളൂ. അപ്പൊ നല്ലൊരു ടേസ്റ്റാണ്. അതിട്ട് കൊടുത്തു. കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആ പച്ച കടുക് നമ്മൾ വറക്കാതെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ കടുക് കൂടി അത് ഇട്ട് കൊടുക്കാം. നോക്കൂ. ഇനി നമുക്കിത് വാങ്ങാം. ഇനി വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ കുടംപുളി വെച്ചിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ ആ പുളി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പൊ ആ ശർക്കരയും കൂടി ഇട്ട് നോക്കുമ്പോൾ ആ പുളിയും ആ മധുരവും എല്ലാം കൂടി ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുടംപുളി കിട്ടുമ്പോൾ ഇതേപോലെ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചോളോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.